ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി വാഞ്ചോ കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത് ബേക്കറി സ്റ്റൈൽ വാഞ്ചോ കേക്കാണ് റെഡിയാക്കുന്നത്. വാനിലയുടെയും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ലെയറിലുള്ള കേക്ക് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദ മാറ്റുകയാണ്. എന്നിട്ട് അതിന് പകരം 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന കേക്കിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് കേക്ക് കിട്ടും. ഞാൻ അടുത്തതായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് ഒരു 3 വട്ടമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ 3 വട്ടമെങ്കിലും അരിച്ചെടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ആവുകയും ചെയ്യണം. അതുപോലെ തന്നെ ഇതിലേക്ക് എയർ കയറണം, എന്നാലേ നല്ല കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 3 വട്ടമെങ്കിലും നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കണം. ഇപ്പോൾ ഇത് അരിച്ച് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റ് യോക്ക് സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. ഇനി എഗ് വൈറ്റിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 150 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 150 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 കപ്പ്. അപ്പോൾ അത്രയും തന്നെ പഞ്ചസാരയും നമുക്ക് എടുക്കണം ഇതിലേക്ക്. ഇനി നമുക്ക് കുറച്ച് എസൻസുകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് സ്റ്റിഫ് പീക്ക് സൈഡ് ബീറ്റ് ചെയ്തെടുക്കണം. ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ്, അതുപോലെ തന്നെ വാനില എസൻസ് ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് നല്ല സ്റ്റിഫ് പീക്സ് ആക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് എഗ് യോക്ക് ചേർത്തിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 25 ml പാല്, അതുപോലെ തന്നെ അതിൻ്റെ 25 ml പകുതി സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. 25 ml പാലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഓയിലും കൂടി ചേർക്കാം. നമുക്ക് ഈ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലിൻ്റെ ഓയിലിൻ്റെ കൂടി മിക്സും കൂടി കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഒരു 3-4 ബാച്ചസ് ആയിട്ട് ഇട്ടാൽ മതി. ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ കട്ട കിട്ടും. അപ്പോൾ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരേ അളവിലുള്ള 2 പാത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വാനിലയുടെ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ വാനിലയുടെ ഫ്ലേവർ ഞാൻ 2 ലെയർ വാനിലയും നടുക്ക് മാത്രം ചോക്ലേറ്റിൻ്റെ ലെയറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3/4 ഭാഗത്തോളം ബാറ്റർ എടുത്തിട്ട് ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം വാനിലയുടെ കേക്കിനായിട്ട്. ഞാനിപ്പോൾ നടുക്ക് മാത്രം ചോക്ലേറ്റിൻ്റെ ലെയർ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ 2 ലെയർ ചോക്ലേറ്റിന് 2 ലെയർ അതുപോലെ വാനിലയും കൂടി വേണമെന്നുണ്ടെങ്കിൽ ബാറ്റർ പകുതിയായിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ബാറ്റർ വാനിലയുടെ ഇതിന് വേണ്ടി തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി വരുന്ന ബാറ്ററിലേക്ക് ഒരു 2 ടീസ്പൂണോളം കൊക്കോ പൗഡർ ഇതുപോലെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ കട്ടകളുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാണ്. അതായത് ഇപ്പോൾ വാനിലയുടെ വേറെ ഉണ്ടാക്കണം, ചോക്ലേറ്റിൻ്റെ വേറെ ഉണ്ടാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ പാത്രങ്ങളിൽ ബീറ്റ് ചെയ്യാനൊക്കെ 2-3 പ്രാവശ്യമായിട്ട് ബീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒറ്റയടിക്ക് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ലാസ്റ്റ് കൊക്കോ പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോക്ലേറ്റിൻ്റെ കേക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനിപ്പോൾ ഇതൊരു ചില്ലിൻ്റെ ഓവൻ പ്രൂഫായിട്ടുള്ളൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചില്ലിൻ്റെയൊക്കെ എടുക്കുമ്പോൾ കട്ടി കുറഞ്ഞ ചില്ലിൻ്റെ എടുക്കരുത്. നല്ല കട്ടിയുള്ള ബേക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയ തന്നെ ടൈപ്പായിട്ടുള്ളത് എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വരെ നമുക്ക് 2 കേക്കും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് രണ്ടും ഞാൻ നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കാം. വാനിലയുടെ കേക്ക് 2 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റിന് നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, 1 ലെയറാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നടുക്ക് മാത്രം യൂസ് ചെയ്യേണ്ടത്, അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 2 ലെയർ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബാറ്റർ കൂടിയിട്ടിട്ട് ഞാൻ പറഞ്ഞ പോലെ പകുതി എടുത്തിട്ട് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ 2 ലെയറായിട്ട് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ടോട്ടൽ 3 ലെയറായിട്ട് എടുക്കാനുള്ളൂ. ഫസ്റ്റും ലാസ്റ്റും വാനിലയുടെ നടുക്ക് ചോക്ലേറ്റിൻ്റെ ലെയറും വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുപ്പിയിലാക്കിയിട്ടാണ് ഷുഗർ സിറപ്പ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ചെറിയ ചെറിയ ഹോൾസ് ആക്കി ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഷുഗർ സിറപ്പ് ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് നമുക്ക് നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണിത്, വിവോൻ്റെ. അത് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാട്ടുന്നില്ല, ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാട്ടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചോക്ലേറ്റിൻ്റെ ലെയറാണ്. അത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കുകയാണ്. ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് സോക്ക് ചെയ്തെടുത്താൽ നമ്മൾ ലാസ്റ്റ് കേക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഞാൻ അടുത്ത ലെയറിലേക്ക്, ഇത് ചോക്ലേറ്റിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. സാധാരണ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചൂടാറിയ ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താണിത്. അത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചോക്ലേറ്റിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറച്ച് ഫ്ലേവറാണ് ഇഷ്ടമുള്ളവർ കുറച്ച് ചേർത്താൽ മതി. അതിനുശേഷം അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ട് നമുക്ക് ക്രീം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം കുറച്ച് ക്രീം മുകളിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്രം കോട്ട് പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, അപ്പോൾ തന്നെ അടുത്ത ലെയറും കൂടി ചെയ്യാണ്. നമുക്ക് ഈ ഐസിങ് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് വേഗം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഫുൾ ഐസിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുകളിൽ വരുന്ന എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ ഒന്ന് വടിച്ചെടുക്കാം. ഇതിന് മുന്നേ ഇട്ട റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഐസിങ് എങ്ങനെ ചെയ്യണമെന്ന് കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാട്ടാത്തത്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഒരു ഡിസൈനാക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് കംപ്ലീറ്റ് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ വരുന്ന ക്രീമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അടുത്തായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 225 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 100 ml ഞാനിപ്പോൾ നോർമൽ നോൺ ഡയറി വിപ്പിംഗ് ക്രീം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഓവനിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ചൂടാക്കിയതാണ്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മാറിയിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഗണാഷായിട്ട് കിട്ടും. അതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പോവും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കേക്ക് എടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു വലിയ നീളത്തിലുള്ളൊരു പാത്രം വെച്ച് കൊടുത്താൽ നമ്മളിപ്പോൾ ഈ ഗനാഷ് ഒഴിക്കുന്നതിൻ്റെ എക്സ്ട്രാ വീഴുന്നതുണ്ടല്ലോ, അത് നമുക്ക് അടുത്ത കേക്കിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കണം. ഇത് നല്ല തണുത്ത കേക്കാണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും. അതാണ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറയുന്നത്. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതുപോലത്തെ ഒരു ചെറിയൊരു നോസിലിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പിംഗ് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബേക്കറി സ്റ്റൈൽ വാഞ്ചോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.